ഈ കഥ തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്നത് ഒരു ഇന്റർവ്യൂ ആണ്. ഒരു ന്യൂസ് റിപ്പോർട്ടറൊപ്പം ഒരു ലേഡി ഇന്റർവ്യൂ ചെയ്യാണ്. ഇനി ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ആളാരാണ്? അതൊരു സെലിബ്രിറ്റി ഒന്നുമല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിറ്റിയിൽ ഒരു കൂട്ടക്കൊല നടന്നു. ആർട്ട് ഓഫ് ക്ലൗൺ എന്നു പേരുള്ള ഒരു സൈക്കോ ആണത് ചെയ്തത്. കണ്ണ് കാണുന്നവരെ മൊത്തം അവൻ വെട്ടിക്കൊല്ലാണ്. തല അറുത്തെടുക്കുന്നു, കൈ അറുത്തെടുക്കുന്നു, മുഖം മൊത്തം വികൃതമാക്കുന്നു. ഇങ്ങനത്തെ പരിപാടിയൊക്കെയാണ് ആശൻ ചെയ്യുന്നത്. ആ കൂട്ടക്കൊലയിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു. എന്നാൽ അയാളുടെ കയ്യിൽ നിന്നും ഒരു പെണ്ണ് മാത്രം രക്ഷപ്പെട്ടു. അവളെയാണ് ഈ ന്യൂസ് റിപ്പോർട്ടർ ഇപ്പൊ ഇന്റർവ്യൂ ചെയ്യുന്നത്. എന്നാൽ രക്ഷപ്പെട്ടെങ്കിലും ആ സൈക്കോ അവളുടെ മുഖം മൊത്തം വികൃതമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവളുടെ മുഖത്ത് കുറെ സർജറി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവൾ ഈ ഒരു അവസ്ഥയിലെങ്കിലും ആയി കിട്ടിയത്. ഇപ്പൊ അവൾ ആ ഇന്റർവ്യൂറിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കാര്യം വിട്ടേക്ക്, ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ആ സൈക്കോ ചത്തല്ലോ, അവനെ പോലീസുകാരെ കൊന്നു, ആ കാര്യം ഓർത്തിട്ടാണ് എനിക്ക് സമാധാനം എന്നാണ് ആ ലേഡി ഇന്റർവ്യൂവിൽ പറയുന്നത്. എന്നാൽ ഈ ഇന്റർവ്യൂ എല്ലാം നമ്മുടെ സൈക്കോയും കാണുന്നുണ്ട്. അവൻ ഇതുവരെയായിട്ടും മരിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ താൻ ചത്തു എന്നൊക്കെ അവൾ അവിടെ ഇരുന്നിട്ട് പറയുന്ന കേൾക്കുമ്പോൾ അവൻ ഒറ്റ ചവിട്ടിന് അവിടുത്തെ TV മൊത്തം പൊളിച്ചു കളയാണ്. എന്നിട്ട് അവൻ നേരെ പോകുന്നത് അവന്റെ റൂമിലുള്ള കണ്ണാടിയുടെ മുമ്പിലേക്കാണ്, അതും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഉടനെ തന്നെ അവൻ അവന്റെ മുഖത്ത് മേക്കപ്പ് ഒക്കെ ചെയ്ത് ആർട്ട് ഓഫ് ക്ലൗൺ എന്ന സൈക്കോയുടെ രൂപത്തിലേക്ക് വരികയാണ്. അതിനുശേഷം ഒരു ബാണ്ടക്കെട്ട് എടുത്തിട്ട് അവന്റെ അടുത്ത ഇരകളെയും തേടി പോകുന്നു. അങ്ങനെ ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഇന്റർവ്യൂവർ ആയ ലേഡി ഇപ്പം അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിക്കുകയാണ്. അവളുടെ മേക്കപ്പ് റൂമിൽ ഇരുന്നിട്ടാണ് അവളിങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ ഇവളുടെ ബോയ് ഫ്രണ്ടും ആ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അവൻ ചോദിക്കുന്നത്, എന്ത് വികൃതമായിട്ടാണ് ആ ലേഡി ഇരിക്കുന്നത്, എനിക്ക് കണ്ടിട്ട് തന്നെ വല്ലാതെ പേടിയായിപ്പോയി എന്നാണ്. അതേക്കുമ്പോൾ, അത് ശരി, അവിടെ ഇരുന്നിട്ട് TV കണ്ടിട്ട് നിനക്ക് പേടിയായോ? അപ്പൊ നീ എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ലേഡിയുടെ തൊട്ടടുത്താണ് ഞാൻ ഇരുന്നത്. ചില സമയത്ത് എനിക്ക് വല്ലാണ്ട് ഛർദ്ദിക്കാൻ വരെ വന്നു എന്നിങ്ങനെ ആ ലേഡിയെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് ഈ പെണ്ണ് സംസാരിക്കുന്നത്. അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൾ എന്തോ ഒരു സംശയത്തിന് പുറത്ത് അവിടെ തൂക്കിയിട്ടിരിക്കുന്ന അവളുടെ ഡ്രസ്സിന്റെ അടുത്തേക്കാണ് പോയി നോക്കുന്നത്. പക്ഷെ ആ ഡ്രസ്സ് മാറ്റി നോക്കുമ്പോൾ അവിടെ ഒന്നും ആരെയും കാണുന്നില്ല. പെട്ടെന്നാണ് ആ മുഖം വികൃതമാക്കപ്പെട്ട ആ ലേഡി അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അത് ആ ഇന്റർവ്യൂവറിനെ കീഴ്പിടിക്കുകയാണ്. എന്നിട്ട് അവളുടെ വിരല് വെച്ചിട്ട് ആ ഇന്റർവ്യൂവറിന്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിക്കുന്നു. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ആ ലേഡി ആ ഇന്റർവ്യൂവറിന്റെ മുഖം വികൃതമാക്കുകയാണ്. എന്നിട്ട് കുറേ നേരം അവിടെ ഇരുന്ന് കരയുന്നു. അവളെ ഇൻസൾട്ട് ചെയ്തതിന്റെ പ്രതികാരമാണ് അവൾ തീർത്തത്. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെഴുതി കാണിക്കുന്നത്, ടെറിഫയർ. 2017 ഈ സ്ലാഷർ സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പം മനക്കട്ടിയുള്ളവർ മാത്രം ഈ സിനിമ തുടർന്ന് കാണുക. ഇനി കാണിക്കുന്നത് 2 ലേഡീസിനെയാണ്. സമയം രാത്രിയാണ്. ഇന്നത്തെ ദിവസം 2017 ഹലോവീൻ ഡേ ആണ്. ഈ ഹലോവീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ഈ ഒരു ദിവസം ഭയങ്കര ആഘോഷമാണ്. എല്ലാ സ്ഥലങ്ങളിലും പാർട്ടിയൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ആൾക്കാരൊക്കെ നടക്കുന്നത് പലതരത്തിലുള്ള വേഷം കെട്ടിയിട്ടായിരിക്കും. അങ്ങനെ ഒരു രാത്രിയാണെന്ന്. അങ്ങനെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ലേഡീസ് ഇപ്പം ഇങ്ങോട്ട് നടന്നു വരുന്നത്. ഇതിൽ ഇടതുഭാഗത്ത് നിൽക്കുന്ന പെണ്ണിന്റെ പേര് ഡോൺ എന്നാണ്. വലതുഭാഗത്ത് നിൽക്കുന്ന പെണ്ണിന്റെ പേര് താര എന്നും. ഡോൺ അടിച്ച് നല്ല ഫിറ്റാണ്. ഇപ്പൊ അവർ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. എന്നാൽ ഡോൺ നല്ല ഫിറ്റ് ആയതുകൊണ്ട് തന്നെ, നീ വണ്ടി ഓടിക്കണ്ട, ഞാൻ വണ്ടി ഓടിച്ചോളാം എന്നാണ് താര പറയുന്നത്. എന്നാൽ ഡോൺ ആണെങ്കിൽ അതിന് വഴങ്ങുന്നില്ല. അവസാനം കുറേ പറയുമ്പോഴാണ് നീ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഡോൺ താരയ്ക്ക് കീ കൊടുക്കുന്നത്. എന്നാൽ കീ മേടിച്ച് വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോഴാണ് താരയ്ക്ക് വല്ലാണ്ട് വിശക്കുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പിസയൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാം എന്നാണ് താര പറയുന്നത്. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ സൈക്കോ അങ്ങോട്ട് വരുന്നത്. അവരവിടെ നിന്ന് വർത്താനം പറയുന്നത് ആ സൈക്കോയും കേൾക്കുന്നുണ്ട്. അയാളിപ്പം അവരെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് അവിടെ നിൽക്കുകയാണ്. ഈ സമയം അയാളെ താരയും കാണുന്നുണ്ട്. അയാളുടെ ആ രൂപമൊക്കെ കാണുമ്പോൾ അവൾക്കൊരു ഞെട്ടലായിരുന്നു. എന്നാൽ ഡോണിന് അത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം അറിയാലോ, ഇന്ന് ഹലോവീൻ ഡേ ആണ്. ആര് വേണമെങ്കിലും ഇങ്ങനത്തെ പല വേഷങ്ങളും കെട്ടിവരും. ഇപ്പൊ അവൾ അയാളെ വിളിക്കാനും തുടങ്ങി. ഒന്നിങ്ങോട്ട് വരാമോ, ദേണ്ട ഇവക്ക് നിന്നെ കാണണമെന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഡോൺ അയാളെ വിളിക്കുന്നത്. അത് കാണുമ്പോൾ, നീ എന്താണ് ഡോൺ ഈ കാണിക്കുന്നത്, അയാളെ കണ്ടിട്ട് തന്നെ പേടിയാവുന്നു, എന്നിട്ട് നീ അയാളെ ഇങ്ങോട്ട് വിളിക്കുകയാണോ എന്നൊക്കെയാണ് താര ചോദിക്കുന്നത്. എന്നാൽ പിന്നീട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അയാളെ കാണുന്നില്ല. അയാൾ എങ്ങോട്ടോ പോയി. അങ്ങനെ താരയും ഡോണും നേരെ ഒരു പിസ്സ ഷോപ്പിലേക്കാണ് പോകുന്നത്. പിസ്സ കഴിച്ചിട്ടേ ഇനി വീട്ടിൽ പോകുന്നുള്ളൂ എന്ന കാര്യം അവർ തീരുമാനിച്ചു. ഇപ്പൊ അവർ പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവരവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് ആ സൈക്കോ ആ ഷോപ്പിലേക്ക് കയറി വരുന്നത്. അയാളെ പിന്നെയും കാണുമ്പോൾ താരയുടെ പേടി കൂടാൻ തുടങ്ങി. അവളിങ്ങനെ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അയാളും അതുപോലെ തന്നെ അവളെ ഇങ്ങനെ നോക്കിയിട്ടാണ് അയാൾ അവളുടെ തൊട്ടടുത്തുള്ള ടേബിളിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ആ ടേബിളിൽ വന്നിരുന്നതിന് ശേഷം അയാളെ പിന്നെയും അവളെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ്. ഈ സമയത്താണ് ഡോണും അയാളെ ശ്രദ്ധിക്കുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് ചിരിയാണ് വരുന്നത്. ദേണ്ടടി നിന്റെ ബോയ് ഫ്രണ്ട് വന്നു എന്നാണ് അവള് പറയുന്നത്. എന്നാൽ താരയാണെങ്കിൽ ഇപ്പോഴും പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം താരയെ തുറച്ചു നോക്കിയതിന് ശേഷം അയാൾ ഇങ്ങനെ ഓരോരോ കോമാളിത്തരങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. എന്നാൽ താരയാണെങ്കിൽ അതിനൊന്നും പ്രതികരിക്കുന്നില്ല. അവളിങ്ങനെ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം താര ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ, നിനക്കിത് എന്തു പറ്റി എന്നാണ് ഡോൺ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ, എനിക്കെന്തോ ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ശരിയാവുന്നില്ല, നമുക്ക് ഭക്ഷണം പാഴ്സൽ വാങ്ങിയാലോ എന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പൊ അവളിപ്പോ പോണെന്ന് പറയുന്നത് ആ ക്ലൗണ് കാരണമാണ് എന്ന കാര്യം ഡോണിന് മനസ്സിലായി. എന്നാൽ ഡോണിന് ഇതുവരെയായിട്ടും അയാളോട് പേടിയൊന്നും തോന്നുന്നില്ല. അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഫോൺ എടുത്തിട്ട് നേരെ ക്ലൗണിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അയാളുമായിട്ട് കുറെ സെൽഫി ഒക്കെ എടുക്കാൻ തുടങ്ങി.
എന്നാൽ അവള് സെൽഫി എടുക്കുമ്പോഴും ആ സൈക്കോ ആണെങ്കിൽ താരയെ തന്നെയാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അങ്ങനെ ഡോൺ സെൽഫി ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവളുടെ ചെയറിലേക്ക് ചെന്നു. ഈ സമയത്താണ് ആ പിസ്സ ഷോപ്പിന്റെ ഓണർ അങ്ങോട്ട് വരുന്നത്. അയാളിപ്പോൾ സൈക്കോയുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ആ ഓണർ എത്രയൊക്കെ അയാളോട് ചോദിച്ചിട്ടും അയാൾ അയാളുടെ ഓർഡർ പറയുന്നില്ല. പുള്ളി ഇപ്പോഴും ആ താരയെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുകയാണ്. കുറെ ചോദിച്ചിട്ടും അയാളൊന്നും മിണ്ടാത്ത കാണുമ്പോൾ താൻ എന്താണ് ഒന്നും മിണ്ടാത്തത്, ഒന്നും വേണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്, വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ എന്ന് പറഞ്ഞിട്ട് ഓണർ അവിടെ നിന്ന് പോയി. അങ്ങനെ ഓണർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സൈക്കോ എഴുന്നേറ്റു. അവൻ നേരെ അപ്പുറത്ത് ചെന്നിട്ട് അവിടെ നിന്ന് റിങ് എടുത്തു. എന്നിട്ട് തിരിച്ചു വരുന്നത് താരയുടെ അടുത്തേക്കാണ്. അങ്ങനെ താരയെ നിർബന്ധിച്ചിട്ട് അയാൾ ആ റിങ് എടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. അയാൾ ആ കാണിക്കുന്നൊക്കെ കാണുമ്പോൾ താരയ്ക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. എന്നാൽ ഡോൺ ആണെങ്കിൽ അതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവക്ക് റിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ആ സൈക്കോ നേരെ അവിടുത്തെ ബാത്റൂമിലേക്കാണ് പോകുന്നത്. ഈ സമയമാകുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള പിസയുമായിട്ട് ആ ഓണർ അങ്ങോട്ട് വന്നു. ആ പിസ അവർക്ക് സെർവ് ചെയ്തതിന് ശേഷം ആ ഓണർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്ലൗണിനെ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, അയാൾ നിങ്ങളൊന്നും ചെയ്യത്തില്ല, അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അയാളുടെ കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഓണർ അവിടുന്ന് പോയി. പക്ഷെ ഓണർ അങ്ങനെ ഒരു ധൈര്യം കൊടുത്തിട്ടും താരയുടെ പേടി വിട്ടു മാറുന്നില്ല. ഈ സമയത്താണ് താര അയാളുടെ ആ ബാണ്ടക്കെട്ട് ശ്രദ്ധിക്കുന്നത്. എന്തായിരിക്കും അതിനകത്ത് എന്നാണ് അവൾ ചിന്തിക്കുന്നത്. പെട്ടെന്നാണ് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അത് ആ കടയുടെ ഓണറാണ്. ബാത്റൂം മൊത്തം വൃത്തികേടാക്കിയതിന് അയാൾ ആ ക്ലൗണിനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ ഇടിച്ചതിന് ശേഷം അയാൾ ആ സൈക്കോനെ വെളിയിലേക്കാക്കി വാതിലടയ്ക്കുന്നു. എന്നാൽ പോവാൻ നേരത്തും താരയുടെ അടുത്തൊരു ടാറ്റ പറഞ്ഞിട്ടാണ് ആ ക്ലൗൺ അവിടുന്ന് പോകുന്നത്. അങ്ങനെ പിസയൊക്കെ കഴിച്ചു കഴിഞ്ഞ് താരയും ഡോണും കൂടെ അവരുടെ കാറിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ആ നടക്കുന്ന വഴിക്ക് ആ ക്ലൗൺ ഇട്ടുകൊടുത്ത ആ മോതിരൊക്കെ അവളെടുത്ത് കളയുന്നുണ്ട്. എന്നാൽ അവർ വണ്ടിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ വണ്ടിയുടെ ടയർ ആണെങ്കിൽ പഞ്ചറായിരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ എന്ത് ചെയ്യും എന്നൊന്നും അറിയാതെ നിൽക്കുകയാണ് അവർ. ഇതേ സമയം തന്നെ ആ പിസ്സ ഷോപ്പിൽ ഒരു ജോലിക്കാരൻ അവിടുത്തെ ആ ബാത്റൂം മൊത്തം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ മൊത്തം ആ സൈക്കോ വൃത്തികേടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറെ തെറിയൊക്കെ പറഞ്ഞിട്ടാണ് അയാളിപ്പോൾ ക്ലീനിങ് ഒക്കെ നടത്തുന്നത്. ഇതേ സമയം തന്നെ താരയാണെങ്കിൽ നേരെ വിളിക്കുന്നത് അവളുടെ സിസ്റ്ററായ വിക്ടോറിയയാണ്. അപ്പോൾ അവർക്ക് തിരിച്ചു പോകാൻ വേറെ വണ്ടിയൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളൊന്ന് ഇവിടെ വന്ന് പിക്ക് ചെയ്യാൻ പറ്റുമോ എന്നാണ് താര ചോദിക്കുന്നത്. വിക്ടോറിയ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ വിക്ടോറിയയും വെയിറ്റ് ചെയ്തുകൊണ്ട് താരയും ഡോണും അവരുടെ കാറിൽ തന്നെ ഇരിക്കുകയാണ്. എന്നാൽ ഈ സമയം താരയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. അവളിപ്പോൾ ഡോണിൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ആ ക്ലൗൺ ആണെങ്കിലോ നമ്മുടെ വണ്ടി പഞ്ചറാക്കിയത്, ഇത് നമ്മുടെ വണ്ടിയാണ് എന്ന കാര്യം അയാൾക്ക് നേരത്തെ അറിയാം. ഇനി അയാൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടായിരിക്കുമോ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെയാണ് താര ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിനക്കെന്താണ് വട്ടാണോ? പിന്നെ ആ ക്ലൗണിന് വേറൊരു പണിയില്ലാഞ്ഞിട്ടല്ലേ? നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, നിന്റെ സിസ്റ്റർ ഇപ്പോൾ വരുമല്ലോ, അതുവരെ ഒന്ന് മിണ്ടാതിരിക്കുക എന്നാണ് ഡോൺ പറയുന്നത്. ഇതേ സമയം തന്നെ ആ പിസ്സ ഷോപ്പിൽ ആളിപ്പം അവിടുത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി. അവനിപ്പം അവൻ്റെ ഓണർ അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൻ കാണുന്നത്. ഓണറുടെ തല അവിടെ വെട്ടിവെച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ തലയ്ക്കകത്ത് അയാൾ എന്തൊക്കെയോ മെഴുകുതിരിയും കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഈ സമയം ആ സൈക്കോ അവിടെ നിൽക്കുന്ന കാണുമ്പം അവൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ അവന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ ഓർക്കാൻ പറ്റുന്നില്ല. ഈ സമയം അവൻ പോലീസിനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ആ സൈക്കോ അങ്ങോട്ട് ഓടി വന്നിട്ട് അവന്റെ കൈപ്പത്തി വെട്ടിക്കളയുന്നത്. അവനാണെങ്കിൽ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയം ആ സൈക്കോ ഒരു കത്തി എടുത്തിട്ട് അവന്റെ മുഖത്തൊരു കുത്തു കൊടുക്കുകയാണ്. ഈ സമയവും താരയും ഡോണും ആ കാറിൽ തന്നെ ഇരിക്കുകയാണ്. ഇപ്പൊ താരയ്ക്ക് നന്നായിട്ട് മൂത്രമൊഴിക്കാൻ മുട്ടുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അവർ നിൽക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിന്റെ മുറ്റത്തായിട്ട് ഒരാളിപ്പോൾ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇയാളുടെ പേര് മൈക്ക് എന്നാണ്. തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് താര വേഗം അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് എനിക്കൊന്ന് ടോയ്ലറ്റ് പോകാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അയാളാണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. അയാളിപ്പോൾ അവിടേക്ക് വന്നിരിക്കുന്നത് അവിടെ മൊത്തം ക്ലീൻ ചെയ്തിട്ട് അവിടുത്തെ എലികളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അയാൾ താരയും വിളിച്ചുകൊണ്ട് നേരെ അവിടുത്തെ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ടോയ്ലറ്റ് കാണിച്ചു കൊടുത്തതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ ടോയ്ലറ്റിന്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ വളരെ ഡിസ്കസ്റ്റിംഗ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു. ഇതേ സമയം തന്നെ ഡോൺ ആണെങ്കിൽ ആ കാറിൽ തന്നെയാണ്. അവളിപ്പം അവിടുത്തെ റേഡിയോ ഒക്കെ ഓണാക്കിയിട്ടുണ്ട്. ഈ സമയത്താണ് ആ റേഡിയോയിൽ ഒരു ന്യൂസ് വരുന്നത്. ആ ന്യൂസിൽ പറയുന്നത് ആ ക്ലൗണിന്റെ കാര്യമാണ്. ഒരു വെള്ളയും കറുപ്പും ഡ്രസ്സ് ധരിച്ച ഒരു ക്ലൗൺ ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. അവനിപ്പോൾ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിരിക്കുകയാണ്. അവനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ പോലീസിൽ വിളിച്ച് അറിയിക്കണം എന്നൊരു ന്യൂസാണ് അതിൽ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഡോണിന് ശരിക്കും പേടിയാവാൻ തുടങ്ങി. ഈ സമയം അവൾ അവളുടെ ഫോൺ എടുത്തിട്ട് അയാളുമായിട്ട് എടുത്ത സെൽഫിയൊക്കെ നോക്കിയിരിക്കുകയാണ്. പെട്ടെന്നാണ് അയാൾ ആ കാറിൻ്റെ അകത്തേക്ക് കയറി വരുന്നത്. അത് കണ്ട് ഡോൺ ആണെങ്കിൽ ഉറക്കെ നിലവിളിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ മൊട്ടത്തലയും മൈക്കിപ്പം ഒരു ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും താരയാണെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. അവളിപ്പോൾ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഈ സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ഒരു കുട്ടി കരയുന്ന പോലത്തെ ശബ്ദമാണ്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഡൗട്ടായി. അവൾ അവിടേക്ക് ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൾ എത്തിച്ചേരുന്നത് ടയറുകളൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന റൂമിലേക്കാണ്. പക്ഷെ അവിടെ എങ്ങും ആരെയും കാണുന്നില്ല. എന്നാൽ പെട്ടെന്നാണ് അവളുടെ പുറകിൽ ഒരു ലേഡി വരുന്നത്. ഈ ലേഡിയുടെ പേര് മോണിക്ക എന്നാണ്. ഇതൊരു വട്ട് കേസാണ്. ഒരു പാവക്കുട്ടിയെയും പിടിച്ച് ഇതെന്റെ മകളാണെന്നും പറഞ്ഞ് നടക്കുന്ന പരിപാടിയാണ് അവൾക്ക്. ഇപ്പൊ താരയെ കാണുമ്പോൾ മോണിക്ക പറയുന്നത്, ഓ നീയാണല്ലേ എൻ്റെ അയൽക്കാരി, എന്തായാലും കണ്ടതിൽ വളരെ സന്തോഷം. ഇതാ ഇത് കണ്ടില്ലേ, എൻ്റെ മോളാണ്, നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ട് ഇപ്പോൾ അവളെ ഉണർത്താൻ പറ്റത്തില്ല എന്നിങ്ങനെ കിളി പോയ രീതിയിലൊക്കെയാണ് അവൾ സംസാരിക്കുന്നത്.
അതെല്ലാം കേൾക്കുമ്പോൾ ഇനിയിപ്പം ഇവരുടെ അടുത്ത് കൂടുതൽ നേരം നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന കാര്യം താരയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ പുറത്തു പോയിട്ട് തിരിച്ചു വരാമെന്നും പറഞ്ഞിട്ട് അവൾ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവൾ അവിടുത്തെ ഡോറ് തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ആ ക്ലൗൺ അവളുടെ മുമ്പിലേക്ക് വരുന്നത്. അത് കണ്ടതും അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ കുറെ ഓടി അവൾ അവളുടെ കാറിന്റെ അടുത്തെത്തി. എന്നാൽ ഈ സമയം ഡോൺ അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്ലൗണും ഇപ്പൊ അവളുടെ പുറകെ വരുന്നുണ്ട്. അയാളിപ്പം ആ ഏരിയയിൽ താരയെ അന്വേഷിച്ച് നടക്കുകയാണ്. താരയാണെങ്കിൽ അവളുടെ കാറിന്റെ അപ്പുറത്തായിട്ട് ഇങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ക്ലൗൺ അവളുടെ പുറകിലൂടെ വന്നിട്ട് ഒരു സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് അവളുടെ കാലിന് കുത്തുന്നത്. ഈ സമയം താരയാണെങ്കിൽ ഓടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവൾ അയക്കിട്ടൊരു ചവിട്ട് കൊടുക്കുന്നത്. എന്നാൽ താഴേക്ക് വീണെങ്കിലും അയാൾ പെട്ടെന്ന് ചാടിയിട്ട് അവളുടെ കഴുത്തിന് ഒടിച്ചു. ഈ സമയം താഴെ അയാളുടെ സർജിക്കൽ ബ്ലേഡ് കിടക്കുന്നുണ്ട്. അവൾ അതെടുത്തിട്ട് അയാൾക്കൊരു കുത്തു കൊടുക്കുകയാണ്. എന്നിട്ട് വേഗം അവിടെ നിന്ന് ഓടി. അങ്ങനെ അവൾ ഓടി നേരെ ആ ബിൽഡിങ്ങിനകത്തേക്ക് തന്നെയാണ് കയറുന്നത്. പക്ഷെ വേറെ എവിടേക്ക് അവൾക്ക് പോകാൻ പറ്റുന്നില്ല. അവിടുത്തെ ഒക്കെ ഡോർ ക്ലോസ് ആണ്. അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ആ മൊട്ടത്തലയും മൈക്കിനെ അവൾ കാണുന്നത്. പക്ഷെ അയാൾ ഹെഡ്സെറ്റ് വെച്ചതുകൊണ്ട് ഇവള് വിളിക്കുന്ന അയാൾ കേൾക്കുന്നില്ല. അങ്ങനെ കുറെ നേരം വിളിച്ചു കഴിയുമ്പോഴാണ് പെട്ടെന്ന് ആ സൈക്കോ വന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ ഒരു റൂമിൻ്റെ അകത്തിരിക്കുകയാണ്. അവളെ മൊത്തം അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമയം അവളുടെ മുന്നിലായിട്ട് എന്തോ ഒരു സാധനം മൂടിയിട്ടിട്ടുണ്ട്. ഈ സമയത്താണ് ആ സൈക്കോ അവളുടെ അടുത്തേക്ക് വരുന്നത്. അയാൾ ഒരു അറക്കവാളം എടുത്തിട്ട് അവളുടെ കഴുത്തിന് നേരെ പിടിക്കുകയാണ്. പക്ഷെ പിന്നീട് എന്തോ അയാൾ അവളെ കൊല്ലുന്നില്ല. അയാൾ നേരെ ചെല്ലുന്നത് അവിടെ മൂടിയിട്ട ആ സാധനത്തിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ആ തുണി അവിടെ നിന്ന് മാറ്റി. ആ കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അത് അവളുടെ ഫ്രണ്ടായ ഡോൺ ആയിരുന്നു. അവളുടെ ഡ്രസ്സൊക്കെ ഒഴിവാക്കിയിട്ട് അവളിങ്ങനെ തല കീഴായിട്ട് തൂക്കിയിട്ടിരിക്കുകയാണ്. അങ്ങനെ താര നോക്കി നിൽക്കെ ആ സൈക്കോ ഡോണിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ അറക്കവാളെടുത്ത് അവളുടെ കാലിന്റെ ഇടയിലേക്ക് വെക്കുകയാണ്. എന്നിട്ട് അവളെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് 2 ഭാഗമായിട്ട് കട്ട് ചെയ്ത് കളയുന്നു. ഒരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നത്. അങ്ങനെ ആ സൈക്കോ ഡോൺ അറുത്തോണ്ടിരിക്കുന്ന സമയത്ത് താര അവളുടെ കെട്ടുകളൊക്കെ കഴിച്ചു. ഈ സമയത്താണ് ആ സൈക്കോ അവളുടെ അടുത്തേക്ക് വരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവൾ അയാളെ ഇടിച്ചു വീഴ്ത്താണ്. അതിനുശേഷം അവിടെ കിടക്കുന്ന ഒരു കത്തിയെടുത്ത് അയാളുടെ പുറത്തൊരു കുത്തു കൊടുത്തു. എന്നിട്ട് വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ അവൾ അവിടെ കിടക്കുന്ന ഒരു പട്ടിക കയ്യിലെടുത്തു. ഈ സമയം ആ സൈക്കോ ആണെങ്കിൽ ഒരു കത്തിയോ എടുത്തിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ അയാൾ തൊട്ടടുത്തെത്തിയതും അവൾ അയാളുടെ പുറകിലൂടെ വന്നിട്ട് അയാളുടെ തലക്കിട്ട് ഒരു അടി കൊടുക്കുന്നു. അതോടുകൂടെ അയാൾ താഴേക്ക് വീണു. അങ്ങനെ പിന്നെയും അവൾ അയാൾ ആ പട്ടിക വെച്ച് അടിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവളെ ഷൂട്ട് ചെയ്യുന്നത്. അതോടുകൂടെ അവൾ താഴേക്ക് വീണു. ഈ സമയത്താണ് ആ സൈക്കോ വന്നിട്ട് അവളെ നേർക്ക് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ ഇതുവരെയായിട്ട് അവൾ മരിച്ചിട്ടില്ല. പക്ഷെ പിന്നീട് ഷൂട്ട് ചെയ്യാൻ അയാളുടെ തോക്കിൽ ഉണ്ടയോ ഇല്ല. അതുകൊണ്ട് തന്നെ അയാൾ തിരിച്ച് അയാളുടെ റൂമിലേക്ക് തന്നെ പോയി. ഈ സമയമാകുമ്പോഴേക്കും താരയെ അന്വേഷിച്ചിട്ട് അവളുടെ സിസ്റ്ററായ വിക്ടോറിയ അങ്ങോട്ട് എത്തി. അവളിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെയൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ ഏരിയയിലെങ്ങും താരയും ഡോണിനെയും കാണുന്നില്ല. എന്നാൽ അവരുടെ വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും സംശയമായി. ഇനിയിപ്പം അവൾ ആ ബിൽഡിങ്ങിനകത്തുണ്ടാവോ എന്നാണ് ഇപ്പോൾ വിക്ടോറിയ ചിന്തിക്കുന്നത്. പക്ഷെ അവൾ അവിടെ ചെന്നിട്ട് ആ വാതിലിന് മുട്ടുമ്പോൾ അതാരും തുറന്നു കൊടുക്കുന്നുമില്ല. ഈ സമയം ആ സൈക്കോ ആണെങ്കിൽ അയാളുടെ ബാണ്ടക്കെട്ടിൽ നിന്നും അയാളുടെ തോക്കിലേക്ക് ഉണ്ട നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ ബാണ്ടക്കെട്ടിനകത്ത് ആ ഡോണിന്റെ ഫോൺ ഇരിക്കുന്നുണ്ട്. ഈ സമയത്താണ് അതിൽ വിക്ടോറിയയുടെ കോള് വരുന്നത്. പക്ഷെ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഈ സമയം വിക്ടോറിയ അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. നീ ഇതെവിടെയാണ്? ഞാൻ ഈ ബിൽഡിങ്ങിന്റെ മുമ്പിലുണ്ട്. താര എവിടെ എന്നാണ് അവൾ മെസ്സേജ് അയക്കുന്നത്. ഈ സമയം സൈക്കോ ആണെങ്കിൽ ഡോൺ ആണെന്നുള്ള രീതിയിൽ വിക്ടോറിയയ്ക്ക് തിരിച്ചൊരു മെസ്സേജ് അയക്കുന്നു. താരയ്ക്ക് തീരെ വയ്യ, നീ ഈ ബിൽഡിങ്ങിന്റെ പുറകിലേക്കൊന്ന് വാ എന്നാണ് ഇപ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നത്. ആ മെസ്സേജ് കണ്ട ഉടനെ വിക്ടോറിയ വേഗം ആ ബിൽഡിങ്ങിന്റെ പുറകിലേക്ക് പോവാണ്. അങ്ങനെ സൈക്കോ അയാളുടെ തോക്കുമായിട്ട് തിരിച്ച് താരയുടെ അടുത്തെത്തി. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളെ വെടിവെച്ച് കൊന്നുകളയാണ്. എന്നാൽ ഈ സമയത്താണ് മറ്റൊരു കാര്യം സംഭവിക്കുന്നത്. ആ സൈക്കോ താരയെ ഷൂട്ട് ചെയ്തൊക്കെ കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് ആ മോണിക്കയും കാണുന്നുണ്ട്. സൈക്കോ അവളെ കണ്ടു എന്ന് മനസ്സിലാവുമ്പോൾ അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. അങ്ങനെ അവൾ നേരെ ഓടി ചെല്ലുന്നത് ആ മൊട്ടത്തലയും മൈക്കിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് ഇപ്പോൾ അവൾ അവിടെ കണ്ട കാര്യങ്ങൾ മുഴുവൻ അയാളുടെ അടുത്ത് പറഞ്ഞു. അവിടെ ഒരു സൈക്കോ നിൽക്കുന്നുണ്ട്. അയാളിപ്പോൾ ഒരു പെണ്ണിനെ കൊന്നു. അയാൾ ഉറപ്പായിട്ട് ഇപ്പോൾ ഇങ്ങോട്ട് വരും. അതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും പോലീസിനെ വിളിക്കുക എന്നാണ് അവൾ പറയുന്നത്. പക്ഷേ ഈ ലേഡിക്ക് ഓൾറെഡി വട്ടാണ് എന്ന കാര്യം ഇയാൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നൊന്നും അയാൾ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് മാറിയെന്നേ, എനിക്കിവിടെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മൊട്ടത്തലേനെ അവിടുന്ന് പോവാണ്. അങ്ങനെ മൈക്ക് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് താഴെ നിന്നും വിക്ടോറിയയുടെ സൗണ്ട് കേൾക്കുന്നത്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് അവളിങ്ങനെ വിളിച്ചു ചോദിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അയാൾ ഉടനെ തന്നെ ഫോൺ എടുത്തിട്ട് അയാളുടെ ഒരു കൊളീഗിനെ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ആ സൈക്കോ അങ്ങോട്ട് വരുന്നത്. മൈക്കിന്റെ അടുത്ത് എത്തിയതും അയാൾ അയാളുടെ കയ്യിലുള്ള ചുറ്റിക വെച്ചിട്ട് മൈക്കിന്റെ മൊട്ടത്തലയ്ക്ക് ഒരു അടി കൊടുക്കുകയാണ്. അതോടുകൂടെ അയാൾ താഴേക്ക് വീണു. എന്നാൽ ഈ സമയം അയാളുടെ ഫോൺ കണക്ട് ആയിട്ടുണ്ട്. ആ ഫോണിലൂടെ അയാളുടെ കൊളീഗ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്താ ഈ പണിയൊക്കെ തീർന്നോ എന്നൊക്കെയാണ് ആ കൊളീഗ് ചോദിക്കുന്നത്. അത് കാണുന്ന സൈക്കോ ആണെങ്കിൽ ആ ചുറ്റിക വെച്ചിട്ട് ആ ഫോണൊക്കെ തല്ലിപ്പൊട്ടിക്കുകയാണ്. ഈ സമയം വിക്ടോറിയ ആണെങ്കിൽ താരയും ഡോണിനെ അന്വേഷിച്ച് അവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇതേ സമയം തന്നെ ആ മോണിക്കയാണെങ്കിൽ നേരെ പോകുന്നത് അവളുടെ ആ പാവക്കുട്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ്. എന്നാൽ ആ തൊട്ടില് നോക്കുമ്പോൾ ആ പാവക്കുട്ടി അവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ ആ പാവക്കുട്ടിയെ അന്വേഷിച്ച് അവിടെ നടക്കാൻ തുടങ്ങി. ഈ സമയത്താണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൾ കാണുന്നത്. ആ സൈക്കോ ഇപ്പം ആ പാവക്കുട്ടിയും പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അവൾ ഉടനെ തന്നെ ആ സൈക്കോന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് അയാളുടെ മുമ്പിൽ അപേക്ഷിക്കാൻ തുടങ്ങി. ദയവ് ചെയ്ത് എൻ്റെ മോളെ നിങ്ങൾ കൊല്ലരുത്. എനിക്ക് അവളെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ എന്താണ് ഇങ്ങനെയായത്? നിങ്ങൾ ആളുകളെ എന്തിനാണ് കൊല്ലുന്നത്?
ഒരു അമ്മയുടെ സ്നേഹം നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലേ? അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെയായത് എന്നൊക്കെയാണ് മോണിക്ക ചോദിക്കുന്നത്. അത് കേൾക്കുന്ന സൈക്കോ അവളെ നോക്കുകയാണ്. ഈ സമയം അയാളെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി അവൾ അയാളുടെ മുഖത്തൊന്ന് തൊട്ടു. എന്നിട്ട് അവൾ അയാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ഈ സമയം സൈക്കോ ആണെങ്കിൽ ഒരു ചെറിയ കുട്ടിയെ പോലെ അയാളുടെ വിരല് ഉറിഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും മൈക്കിന്റെ കൊളിക അങ്ങോട്ട് എത്തി. പക്ഷെ ഫോണിൽ വിളിക്കുമ്പോൾ മൈക്കിന് കണക്ട് ആവുന്നില്ല. ഈ സമയം തന്നെ വിക്ടോറിയ ആണെങ്കിൽ താരയും ഡോണിനെ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷെ ഇതുവരെയായിട്ട് ഒരു വിവരവും കിട്ടാത്തതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡോണിന്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു. ഈ സമയം കുറച്ച് അപ്പുറത്തു നിന്നും ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ വിക്ടോറിയ ഉടനെ തന്നെ ആ സ്ഥലത്തേക്ക് എത്തി. അവിടുത്തെ കാഴ്ച അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവിടെ ഇങ്ങനെ പകുതി അറുത്തു വെച്ചിരിക്കുന്ന ഡോണിനെയാണ് അവൾ കാണുന്നത്. അത് കണ്ടതും അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. ഈ സമയം അവൾ താര ഇങ്ങനെ ഉറക്ക വിളിക്കുന്നുണ്ട്. പക്ഷെ എവിടെ നിന്നും അവളുടെ മറുപടി കേൾക്കുന്നില്ല. അങ്ങനെ അവൾ പതുക്കെ പതുക്കെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇതുവരെയായിട്ടും അവൾക്ക് പേടിയൊന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പം ഡോണിനെ കണ്ടപ്പം അവൾക്ക് ശരിക്കും പേടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പേടിച്ചാണ് അവൾ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ കുറേ നടന്നൊരു സ്ഥലത്തെത്തുമ്പോഴാണ് അവൾ അടുത്ത ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അത് മോണിക്കയായിരുന്നു. എന്നാൽ അവളുടെ അവസ്ഥ വളരെ മോശമാണ്. അവൾ മരിച്ചിട്ടില്ല, എന്നാൽ അവളുടെ ശരീരഭാഗങ്ങളൊക്കെ ആ സൈക്കോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ഇപ്പം അയാളുടെ ദേഹത്ത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്നാണ് സൈക്കോ അവളെ പിടിക്കുന്നത്. എന്നാൽ അപ്പോഴേക്കും അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. ഈ സമയം സൈക്കോയും അവളുടെ പുറകെ വരുന്നുണ്ട്. അത് കണ്ടതും അവൾ ഒരു അലമാരയ്ക്കുള്ളിലേക്ക് കയറി വാതിലടച്ചു. എന്നിട്ട് ആ അലമാരയ്ക്കകത്ത് ഓട്ടയിലൂടെ അവിടേക്ക് നോക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് സൈക്കോ അവളുടെ മുന്നിലേക്ക് വരുന്നത്. അത് കണ്ടതും അവൾ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയം സൈക്കോ ആണെങ്കിൽ ആ വാതിൽ പൊളിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കുറെ നേരം ശ്രമിച്ചിട്ടും ആ വാതിൽ തുറക്കാൻ പറ്റാത്തതുകൊണ്ട് സൈക്കോ അവിടെ നിന്ന് പോയി. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും ആശ്വാസമായി. ഈ സമയമാകുമ്പോഴേക്കും മൈക്കിന്റെ ആ ഫ്രണ്ട് ഇപ്പം അതിൻ്റെ അകത്തേക്ക് കയറി. അവനിപ്പം മൈക്കിനെ അവിടെ അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷെ എവിടെയും മൈക്കിനെ കാണുന്നില്ല. എന്നാൽ ഈ സമയം താഴേക്ക് നോക്കുമ്പോൾ അവിടെ കുറെ ചോരപ്പാടുകളൊക്കെ കാണുന്നുണ്ട്. അയാൾ അതും നോക്കി മുന്നോട്ട് നടക്കുകയാണ്. ഈ സമയത്താണ് താഴെ കിടക്കുന്ന ആ പാവയൊക്കെ കിട്ടുന്നത്. അയാൾ അതും നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ സൈക്കോ അയാളുടെ പുറകിൽ വരുന്നത്. അയാളുടെ കയ്യിൽ ഒരു കത്തിയുണ്ട്. അയാൾ ആ കത്തി വെച്ചിട്ട് അവന്റെ കഴുത്ത് അറുത്തെടുക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും വിക്ടോറിയ ആണെങ്കിൽ ആ അലമാരയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ അവൾ പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് അവൾ ആ സൈക്കോനെ കാണുന്നത്. അത് കണ്ടതും അവൾ അവിടേക്ക് മറഞ്ഞു നിന്നു. ഈ സമയം അവൾ നോക്കുമ്പോൾ ആ സൈക്കോ ആണെങ്കിൽ ഒരു ചെറിയ സൈക്കിളിൽ ഇങ്ങനെ അവിടെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പേടിയോടെ വായും പൊത്തിപ്പിടിച്ച് നിൽക്കുകയാണ് അവള്. അങ്ങനെ അവള് പിന്നെ അവിടെ നിന്ന് ഓടി. എന്നാൽ ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് പെട്ടെന്ന് ആ സൈക്കോ വന്നിട്ട് അവളെ പിടിക്കുന്നത്. അയാളിപ്പം ഒരു കവർ വെച്ചിട്ട് അവളെ ശ്വാസം മുട്ടിക്കുകയാണ്. എന്നാൽ ഈ സമയം അവളാണെങ്കിൽ ആ കവർ കീറി കളഞ്ഞു. എന്നിട്ട് അവിടെ കിടക്കുന്ന ഒരു ഇരുമ്പെടുത്തിട്ട് അവൾ അയാളുടെ കാലിനൊരു കുത്തു കൊടുക്കുകയാണ്. അതിനുശേഷം അവിടെ നിന്ന് ഓടുകയും ചെയ്തു. അങ്ങനെ അവളിപ്പോൾ ഒരു കോറിഡോറിലൂടെ മുന്നോട്ട് ഓടുകയാണ്. എന്നാൽ ഇതേ സമയം മൈക്ക് അവിടെ നിന്ന് എഴുന്നേറ്റു. ചുറ്റിക വെച്ചിട്ട് തലയ്ക്ക് അടി കിട്ടിയെങ്കിലും അയാൾ മരിച്ചിട്ടില്ല. ഈ സമയത്താണ് അയാൾ ഒരു നിലവിളി കേൾക്കുന്നത്. അത് വിക്ടോറിയയാണ്. അവളിപ്പം അവളുടെ സിസ്റ്ററായ താരയുടെ അടുത്താണ് നിൽക്കുന്നത്. താരയുടെ ആ അവസ്ഥ കണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവള്. ഈ സമയത്താണ് ആ സൈക്കോ അവളുടെ അടുത്തേക്ക് വരുന്നത്. അയാൾ അയാളുടെ കയ്യിലെ ചങ്ങല വെച്ചിട്ട് അവളെ പൊതിരെ തല്ലാൻ തുടങ്ങി. അവക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവളിങ്ങനെ ഉറക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്നാണ് മൈക്ക് അങ്ങോട്ട് വന്നിട്ട് ആ സൈക്കോനെ ഇടിച്ചു വീഴ്ത്തുന്നത്. എന്നിട്ട് അയാൾ വേഗം വിക്ടോറിയനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ മൈക്ക് വിക്ടോറിയനെയും കൊണ്ട് അയാളുടെ ഓഫീസ് റൂമിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവൾ അവിടെ ഇരുത്തിയിട്ട് വേഗം ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിച്ച് കാര്യം അറിയിക്കുകയാണ്. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തിട്ട് അയാൾ അവളെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. പുറത്ത് അയാളുടെ ട്രക്ക് ഉണ്ട്. അതിൽ കയറി രക്ഷപ്പെടാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. അയാളിപ്പോൾ ആ ലോക്ക് തുറക്കാനുള്ള സാധനം എടുക്കാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് ആ സൈക്കോ അങ്ങോട്ട് വരുന്നത്. അങ്ങോട്ട് എത്തിയതും അയാൾ ആ മൈക്കിനെ ഇടിച്ചു വീഴ്ത്താണ്. അതിനുശേഷം അയാളുടെ മുഖത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചവിട്ടിയിട്ട് അയാളെ കൊന്നു കളയുന്നു. അങ്ങനെ മൈക്കിന്റെ പണി നിർത്തിട്ട് സൈക്കോ ഇപ്പോൾ വിക്ടോറിയയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഈ സമയമാകുമ്പോഴേക്കും വിക്ടോറിയ ആണെങ്കിൽ ആ ഡോറിന്റെ ലോക്കൊക്കെ പൊളിച്ചു. അതിനുശേഷം അയാളെ ഇടിച്ചിട്ടിട്ട് അവൾ വേഗം വെളിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ അവൾ വേഗം ഓടി മറ്റൊരു റൂമിന്റെ അകത്തേക്ക് കയറി. ഈ സമയം സൈക്കോ അങ്ങോട്ട് വരുന്നുണ്ട്. എന്നാൽ അയാൾക്കിപ്പം ആ റൂമിന്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അതിനകത്തേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അയാളാണെങ്കിൽ അവിടുന്ന് പോവുകയും ചെയ്തു. ഈ സമയത്താണ് പോലീസ് വണ്ടി അങ്ങോട്ട് വരുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും സമാധാനമായി. എന്നാൽ പെട്ടെന്നാണ് ആ സൈക്കോ ഒരു ട്രക്ക് ഓടിച്ചു വന്നിട്ട് ആ ഡോറിനിടിക്കുന്നത്. അതോടുകൂടെ അവൾ അവിടെ നിന്ന് തെറിച്ചു പോവാണ്. ഇപ്പൊ അവൾക്ക് അവിടെ നിന്ന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ സൈക്കോ അവളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് അവളുടെ മുഖം മൊത്തം കടിച്ചു തിന്നാൻ തുടങ്ങി. ഈ സമയത്താണ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത്. അവര് രണ്ടുപേരും തോക്കെടുത്തിട്ടുണ്ട്. എന്നാൽ അത് കണ്ടതും സൈക്കോ അയാളുടെ തോക്കെടുത്തിട്ട് അയാളുടെ തന്നെ വായിലേക്ക് വെടിവെക്കുകയാണ്. അതോടുകൂടെ അയാൾ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ പോലീസുകാരൊക്കെ ഇന്ന് മരിച്ച മുഴുവൻ ആളുകളുടെയും ശരീരം അവിടുത്തെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് എത്തിച്ചു. അയാളാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഇപ്പൊ അവസാനമായിട്ട് കൊണ്ടുവന്ന രണ്ടാൾക്കാരാണ്. അതിലൊന്ന് ആ സൈക്കോയും മറ്റേത് വിക്ടോറിയയുമാണ്. പക്ഷെ വിക്ടോറിയ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. അയാളാണെങ്കിൽ ഇന്നത്തെ ദിവസം പോസ്റ്റ്മോർട്ടം ചെയ്ത് ശരിക്കും മടുത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോകണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇപ്പൊ പോലീസുകാർ രണ്ടാൾക്കാരെയും കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ ആ ഡോക്ടർ ആദ്യം നോക്കുന്നത് വിക്ടോറിയയാണ്. അവളുടെ മുഖം മൊത്തം വികൃതമായിട്ടുണ്ട്. അങ്ങനെ അവളെ ഒന്ന് നോക്കിയതിന് ശേഷം ഇത് ചെയ്തവനെ എനിക്കൊന്ന് കാണണല്ലോ എന്നും പറഞ്ഞിട്ട് അയാൾ നേരെ ആ സൈക്കോന്റെ അടുത്തെത്തി. എന്നിട്ട് ആ സൈക്കോനെ ഇട്ടിരിക്കുന്ന ബാഗ് തുറന്നു. എന്നാൽ പെട്ടെന്നാണ് ആ റൂമിന്റെ അകത്തെ കറണ്ടൊക്കെ ഇങ്ങനെ മിന്നി കളിക്കുന്നത്. അതെന്താണ് സംഭവം എന്ന കാര്യം ഡോക്ടർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ കുറച്ച് സമയം മിന്നി കഴിഞ്ഞതിന് ശേഷം ആ ലൈറ്റൊക്കെ പഴയതുപോലെ തന്നെയായി.
അങ്ങനെ അവിടേക്കൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം അയാൾ ആ സൈക്കോയുടെ അടുത്തേക്ക് തന്നെ തിരിഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് സൈക്കോ അയാളുടെ കഴുത്തിലേറി പിടിക്കുന്നത്. അയാൾ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. സൈക്കോ ഇപ്പം ആ ഡോക്ടറുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം 1 വർഷമായി. അവൾ ഇത്രയും ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പൊ അവളുടെ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അവളുടെ പാരന്റ്സ് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. വിക്ടോറിയ ഇപ്പോൾ വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഡോക്ടറുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം അവളുടെ അച്ഛൻ ആ വീൽ ചെയറിന് എടുത്തിരിക്കുകയാണ്. ഈ സമയത്താണ് വിക്ടോറിയയുടെ മുഖം റിവീൽ ആവുന്നത്. അത് നമ്മൾ ഈ സിനിമയിൽ തുടക്കത്തിൽ ആ ഇന്റർവ്യൂവിൽ കണ്ട ലേഡിയായിരുന്നു. അവൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്ന കാര്യമാണ് നമ്മൾ ഇത്രയും സമയമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതിയറിയാൻ മറക്കരുതേ. പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.